ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീതയിലൂടെ നാം ഓരോരുത്തരും ജീവിത വിജയം നേടാൻ യോഗ്യരാണ് എന്ന് ആദ്യം ഉറപ്പിക്കുക. ഇവിടെ ജയം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ചെയ്യുന്ന പ്രവൃത്തികൾ ആസ്വദിച്ച് ചെയ്യാനുള്ള കഴിവ്, നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മറികടന്ന് അതിനെ പരിഹരിക്കാനുള്ള കഴിവ്. ഇതാണ് യഥാർത്ഥ ജീവിത വിജയം. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ പാസ്സാവലും, ജോലിയിൽ പ്രമോഷൻ കിട്ടലും, ജോലി കിട്ടലും, വിവാഹം കഴിക്കലും, കുഞ്ഞുങ്ങളുടെ അതൊക്കെ നടന്നോട്ടെ. ഈ രണ്ട് വിജയവും വേണം. ഒന്ന് മാനസിക വിജയവും, രണ്ട് ലൗകിക ജീവിതത്തിൽ കിട്ടുന്ന നമ്മുടെ അനുകൂലമായ കുറേ സന്തോഷം തരുന്ന വിജയങ്ങളും. ഇത് ആന്തരിക സന്തോഷം. മറ്റത് ഒരു ബാഹ്യമായത്, താൽക്കാലികമായൊരു സുഖം. ഇപ്രകാരം ഒരു മാനസിക വികാസ സുഖം കിട്ടാൻ നമുക്ക് യോഗ്യതയുണ്ടെന്നാണ് കൃഷ്ണൻ തെളിയിച്ചു തരുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നാം നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. സാധാരണ മനുഷ്യരൊന്നും അവരുടെ മനസ്സിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല. അവരങ്ങനെ ജീവിക്കുകയാണ്. രാവിലെയായി പല്ല് തേച്ചു, കുളിച്ചു, വസ്ത്രം മാറി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോവുക. കുറേ വെട്ടവും കുറവും അവിടെയും ഇവിടെയും വായിൽ നോക്കി ചീത്തയും വിളിച്ച് കുറേ വാട്സാപ്പും നോക്കി, കുറേ ഫേസ്ബുക്കും നോക്കി കഴിഞ്ഞു ജീവിതം. അവസാനം അവർ കാണുന്നത് മുഴുവൻ ജീവിതം എന്ന് പറയുന്ന നരകം. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബം ശിഥിലമാകുന്നു, കുടുംബമൊന്നും ശ്രദ്ധിക്കുന്നില്ല, പ്രായമുള്ളവരെയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? പക്ഷെ എന്താ നഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവുന്ന കാലത്ത് അവനവൻ്റെ കർമ്മമേഖലയിട്ട് ആസ്വദിക്കാനും പറ്റിയില്ല. തൻ്റെ മനസ്സിനെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്ത് നേടാൻ പറ്റിയില്ല. വാർദ്ധക്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? രോഗങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഒരു നാളെങ്കിലും മരണത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിന് വെപ്രാളപ്പെട്ടതുകൊണ്ടോ, അതിന് വെറുതെ വിറളി പിടിച്ചുകൊണ്ടോ, വെറുതെ അസ്വസ്ഥരായതുകൊണ്ടോ കാര്യമില്ല. ഇതിന് നല്ല സ്റ്റഡി ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് വേണം. ഇതെങ്ങനെ കിട്ടും? ഇതാര് തരും? അന്ധമായ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പള്ളികളിൽ പോയി എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ചോദിക്കാം, ദൈവം കേൾക്കണില്ലേ എന്ന്. ദൈവം അങ്ങനെ കേട്ടിട്ട് തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഭ്രാന്ത് വന്നിട്ടുണ്ടാവും. കാരണം അമ്മാതിരി ചോദ്യം ഓരോരുത്തരും ചോദിക്കണത്. ഓരോരുത്തരും ചോദിക്കുന്നത്, ദൈവമേ എനിക്ക് മാത്രമേ തരാം, വേറൊരുത്തരും കൊടുക്കരുതെന്ന്. ഈ സ്വാർത്ഥ ബുദ്ധികളൊക്കെ ചോദിച്ചാൽ ദൈവത്തിന് ഭ്രാന്ത് പിടിക്കാതിരിക്കുമോ? ഞാൻ തന്നെ നിങ്ങളോട് ചോദിക്കുന്നത്, എന്നോടൊരമ്മ ചോദിച്ചു, സ്വാമി ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുന്ന പോലെ ഒന്ന് അമ്മ ഉത്തരം പറയാം. അമ്മ ഉത്തരം തരിക. സപ്പോസ് അമ്മ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂരപ്പൻ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ ദാക്ഷായണിയമ്മേ, അമ്മയുടെ പേര് ദാക്ഷായണി എന്ന് വിചാരിച്ചോളൂ, അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടു. എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ മുന്നിൽ, ഗുരുവായൂരപ്പന്. എനിക്കതൊന്ന് പരിഹരിക്കാൻ പോകണം. അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യുക. ഒരു 10-15 മിനിറ്റ് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമായിട്ട് നിൽക്കുക. ഞാനൊന്ന് എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വരാം, എന്നിട്ട് ഞാൻ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ദാക്ഷായണിയമ്മയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ദാക്ഷായണിയമ്മ അവിടെ ഇരുന്ന് ഭക്തന്മാരുടെ പരാതികൾ കേൾക്കുകയാണ്. ഒരു ഭക്തൻ പറയുന്നത് മുഴുവൻ, ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മായിയമ്മയാണെങ്കിൽ മരുമകളെ കുറ്റമാണ്. വേറൊരു ഭക്ത എന്ന് പറയുന്നത് മരുമകളാണ്, അമ്മായിയമ്മയുടെ കുറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ പരദൂഷണം, മേഷണി, ദുഃഖം, പ്രയാസം, കഷ്ടപ്പാട്, രോഗം, മത്, ഇത്. കുറച്ച് പേര് മാത്രം കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു പോകും. ബാക്കിയൊക്കെ
കൃഷ്ണ ഗുരുവായൂരപ്പ കൊടുക്കടേ വരണേ തരണേ, ഈ ടൈപ്പാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ വന്നിട്ട് ചോദിക്കുക, ദാക്ഷായണിയമ്മ ജോലി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ദാക്ഷായണിയമ്മ എന്താ പറയുക? ഈ ജോലി, അതായത് ഭക്തരുടെ പരാതി കേട്ടിട്ട് അതിന് പരിഹാരം കൊടുക്കാൻ, അതായത് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, എന്നാൽ എല്ലാവർക്കും എല്ലാം കൊടുത്തു എന്നുള്ളൊരു സന്തോഷം വേണം. ഒക്കെ ശരിയാവും 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 ശരിയാവും, ഈ കാര്യം മാത്രമേ പറയാവൂ എന്നാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ ജോലി തുടരാൻ ദാക്ഷായണിയമ്മ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ എന്താ ദാക്ഷായണിയമ്മ പറയറിയോ? ഗുരുവായൂരപ്പ ഒരു കാര്യം ചെയ്ത നിലയിൽ വേണ്ടില്ല, എന്നെ ഒന്ന് വിട്ടാൽ മതി എന്നാണ്. കാരണം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഭക്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തും നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആളുകൾ അങ്ങനെ വിശ്വസിച്ചു പോയതാണ്. ഗുരുവായൂരപ്പൻ ശരിക്കും എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയണത് അതൊക്കെ കുറച്ച് ആളുകൾ അങ്ങോട്ട് പറഞ്ഞുറപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഗുരുവായൂരപ്പൻ പ്രാർത്ഥന കേൾക്കാത്തതല്ല. പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം? നമുക്ക് ജീവിതം ആസ്വദിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിവില്ല. നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങളുടെ കാലിലൊരു മുള്ളു കുത്തി, ആ മുള്ള എവിടെയാണ് കുത്തിയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം. പല വേദന നടക്കുമ്പോൾ നിങ്ങൾ കൈ കെട്ടിയിട്ട് പറയുമോ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ കൈ കൂപ്പിയിട്ട് പറയും ഗുരുവായൂരപ്പ മുള്ളെടുത്ത് തരണേ മുള്ളെടുത്ത് തരണേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം മുള്ള അവിടെ കിടക്കുള്ളൂ. പിന്നെ നിങ്ങളെന്ത് ചെയ്യും? ഒരു പിന്നെടുത്തിട്ട് നിങ്ങൾ കുത്തി തോണ്ടിയെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. കയ്യോ കാലോ ഓടിഞ്ഞാൽ നിങ്ങൾ ഗുരുവായൂരപ്പ ഒന്ന് കെട്ടിത്തരണേ എന്ന് കെട്ടും. അവസാനത്തെ കെട്ട് അങ്ങനെ വെച്ചാൽ. ഇതൊക്കെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ജന്തു തലയിൽ വെച്ചിരിക്കുന്ന ഭക്തി. അതുകൊണ്ട് അന്ധതയിലേക്ക് പോകരുത്. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക, സത്യസന്ധമായ കാര്യം മനസ്സിലാക്കുക. അതാണ് കൃഷ്ണൻ ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ നമ്മൾ കാണുന്നു, നമ്മൾ ഗീതയിലൂടെ കടന്നു പോവാം. 21-ാമത്തെ ശ്ലോകം 4-ാം അധ്യായത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചതാണ്, എങ്കിലും കണ്ടിന്യൂ ചെയ്യാം. നിരാശീയത ചിത്താത്മാ തെക്ത സർവപരിഗ്രഹം ശാരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ശ്ലോകങ്ങളുടെ സ്ഥൂലാർത്ഥം മാത്രം പഠിച്ച് ഇതിൻ്റെ അർത്ഥം കണ്ടെത്തരുത്, അതിൻ്റെ സൂക്ഷ്മതത്വം ഗ്രഹിക്കണം. അർജുനനോട് കൃഷ്ണൻ ഇത് പറയുമ്പോൾ അർജുനൻ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പം നിരാശ എന്ന് പറഞ്ഞാൽ നിനക്ക് നിരാശയോടുകൂടി യുദ്ധം ചെയ്യണം. ഒന്ന് നിരാശ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ നമ്മുടെ മലയാളത്തിലെ നിരാശയല്ല. നിരാശി എന്ന് പറഞ്ഞാൽ ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അർജുനൻ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് യുദ്ധക്കളത്തിൽ വന്നത്. ധർമ്മത്തെ കാത്തു സൂക്ഷിക്കണം, ധർമ്മത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ആശ വിടേണ്ടത്? ഇവിടെ ആശ, കൃഷ്ണൻ പറയുന്ന ആശ, ഒരു കാര്യത്തിൽ മാനസികമായി മുഴുകി നിൽക്കുമ്പോൾ, മനസ്സുറപ്പിച്ചിരിക്കുമ്പോൾ, മനസ്സതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റ് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്ന് നമ്മുടെ പ്രവൃത്തിയെ അതൊരിക്കലും അലട്ടരുത്. നമ്മുടെ മെയിൻ ഫോക്കസ് മറക്കരുത്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. വാട്ട് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി? ഒരു സ്ഥലത്തും ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി വളരെ ബെറ്ററായിരിക്കും. ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നിരാശയായി തീരുക. നിരാശ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം. താൻ ചെയ്യേണ്ടതായ കാര്യമല്ലാത്തതിലുള്ള ആശ വിട്ടേക്കുക, അനാവശ്യത വിട്ടേക്കുക. ഇപ്പം നിങ്ങളൊരു ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തന്നെയാണ്. അപ്പം അത് എത്രമാത്രം പെർഫെക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം വേറൊന്നിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതല്ല, പലതും കേട്ടുള്ളൂ. പക്ഷെ മൈ മെയിൻ ഫോക്കസ് അത് മറക്കരുത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധരെന്ന് പറയുന്ന കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അമിതമായ സ്വാധീനം കാരണം എന്ത് സംഭവിച്ചു? മെയിൻ ജോലികളൊക്കെ വിട്ട് രാഷ്ട്രീയം പറയാനുള്ള വേദികളായി ഓഫീസുകൾ മാറി.
അതിൻ്റെ ദുരന്തമാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കൂ. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പലതരത്തിലും വികസിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ പുറകിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ വികസിച്ച് മുന്നേറുമ്പോൾ നാം പല കാര്യത്തിലും പുറകിലായിരിക്കും. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരാൻ പോവുകയാണ്. അതിനവിടെ സ്ഥാപനങ്ങളൊന്നും വരുന്നില്ല, പുതിയതായിട്ടൊന്നും വരുന്നില്ല. ഉള്ളതൊക്കെ തന്നെ പൂട്ടി പോവുകയാണ്. ഈ തരത്തിൽ കംപ്ലീറ്റ്ലി ഒരു ഫോക്കസ്ഡ് അല്ലാത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എല്ലാം താളം തെറ്റിപ്പോയി. ചെയ്യേണ്ട പണികളൊന്നും ചെയ്തു തീർത്തില്ല. അതവിടെ ഇട്ടു ആൾക്കാർ. അവർക്ക് കൊടി പിടിക്കാനും സിന്ദാബാദ് വിളിക്കാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും അവർ സിന്ദാബാദ് വിളിച്ചപ്പോൾ പൊതുജനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയണു, നിരാശി. ഏതിലാണോ ആശ വെച്ചത്, ലെറ്റസ് ഫോക്കസ് ഓൺ മോർ ദാറ്റ്. എന്തൊരു സത്യമാണത്. സത്യം പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇനി വന്നിട്ടില്ലെങ്കിൽ നാം ഇനിയും പുറകോട്ട് പോകും. ക്വാളിറ്റി ഓഫ് വർക്ക് ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാഫിനെ കൂട്ടേണ്ടി വരും. ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് വേൾഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടാവണമെങ്കിൽ ആ വർക്കിൽ ഡിവോട്ട് ചെയ്യുന്ന, ഡെഡിക്കേറ്റ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്ന, ഇൻവോൾവ് ചെയ്യുന്ന മൈൻഡ് ഉള്ള ആളുകൾ വേണം. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് ഡെവലപ്പ് ചെയ്യാനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. അവിടെയാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ വെറുതെ മറ്റ് മതങ്ങളെപ്പോലെ അന്ധമായി പ്രാർത്ഥിക്കുകയല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേന്ന്. അവിടെ കെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ അതിലേറെ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ മര്യാദയ്ക്ക് ജീവിക്കാത്തവൻ ഇനിയിപ്പോൾ അവിടെ പോയി അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഉറപ്പാണ് കേരളത്തിലെ കുറേ ആളുകൾ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഈ കേരളീയരാണ് അവിടെ വരുന്നതെന്ന് കേട്ട് ദൈവം അവിടുന്ന് ഭൂമിയിലെത്തിയിട്ടുണ്ടാവും. ദൈവം പറയും, ബെറ്റർ ഞാൻ ഭൂമിയിൽ പോയിക്കൊള്ളാം നിങ്ങളെ കൊണ്ടുള്ള അലമ്പ് കാരണം. ഇവൻ അവിടെയും കൊടി കെട്ടാനും അവിടെയും സിന്ദാബാദ് വിളിക്കാനും അവിടെയും നെഞ്ചത്തടിക്കാനും. നിങ്ങൾ കണ്ടില്ലേ ചില ക്രിസ്ത്യൻ മതങ്ങളിലൊക്കെ വിഭാഗങ്ങളിലൊക്കെ, എൻ്റെ ദൈവമേ, സാക്ഷാൽ ദൈവത്തിന് വട്ടുപിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നെഞ്ചത്തടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ഏത് ദൈവം കേട്ടാലാണ് നെഞ്ചത്ത് ആ ദൈവം അവിടുന്ന് ഓടാതിരിക്കുക? അങ്ങനെ ഒരു കർത്താവ് ആകാശത്തിലിരിക്കുന്നു, അവിടെ സ്വർഗത്തിലിരിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് എത്ര പൊറുക്കാൻ പറ്റും? നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചൊരു 100 ആൾക്കാർ ഹല്ലേലൂയ എന്നാൽ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒലക്കുണ്ടെങ്കിൽ അടിക്കും നിങ്ങൾ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ചിട്ട് മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള അന്ധമായ ഭക്തിയല്ല ഹിന്ദു സംസ്കാരത്തിന്. ഞാനൊരു മതത്തിനെയും കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇതാണ് ഭക്തി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹമുണ്ട്. ഭക്തി മീൻസ് ചെയ്യുന്നതിലുള്ള ആനന്ദമാണ്, രസമാണ്. അത് ഏത് മേഖലകളിലാവട്ടെ, ഇന്ന മേഖല എന്നില്ല. നിങ്ങൾ നാമം ജപിക്കുന്നതിൽ അവിടെ ഭക്തിയുണ്ട്. ജോലി ചെയ്യുന്നതിൽ ആനന്ദമുണ്ടെങ്കിൽ അവിടെയും ഭക്തിയുണ്ട്. അതൊരു ക്വാളിറ്റി ഓഫ് മൈൻഡിൻ്റെ പ്രത്യേകതയാണ്. ഒരു ഫോക്കസ്ഡ് മൈൻഡിൽ നിന്ന് കിട്ടുന്നതാണ്, ഡെവലപ്ഡ് മൈൻഡിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം അതിനാണ് ഞാൻ വലിയ സാധന വേണം. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയണു, നമ്മൾ ഒരു കാര്യത്തിൽ ആശ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ആശ വന്ന മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. വേറൊന്നിലേക്ക് നമ്മുടെ മനസ്സ് പോയി നമ്മൾ ചെയ്യേണ്ട വർക്ക്, നമ്മളിലൂടെ കിട്ടേണ്ട, സമൂഹത്തിന് കിട്ടുന്ന പ്രയോജനം അത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഞാൻ ഇക്കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടാനുള്ളതാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ്, ഇഷ്ടംമാതിരി എംപ്ലോയീസ് ഉണ്ട്. ഇവർക്ക് ഇത്രയും സാലറി കൊടുക്കുന്നുണ്ട്. ഈ സാലറി കൊടുക്കുന്ന അത്രയും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇവരിൽ നിന്ന് എത്രമാത്രം ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കും കൂടെ വേണ്ടേ? മനസ്സിലായില്ലേ? അതൊരു നമ്മുടെ ഡെമോക്രസിയിൽ വേണ്ടതല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇത്തരത്തിലുള്ളൊരു ചിന്ത പറഞ്ഞു. അതായത് ഈ കേരളത്തിൽ കുറേ പേര് മതപരമായ കാര്യത്തിൽ വാക്സിനേഷൻ ചെയ്യുന്നില്ല, കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല.
അപ്പോൾ അവർ വാക്സിൻ ചെയ്യാത്തത് കൊണ്ട് അത് അവരുടെ മതപരമായ അവകാശമാണെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ചോദ്യം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഇവർക്ക് വാക്സിൻ എടുക്കാൻ ഞങ്ങളുടെ മതം പരമായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ശരി, വേണ്ട. പക്ഷെ നിങ്ങളിലൂടെ രോഗം വരുമെന്നുള്ള സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളെ ഒഴിവാക്കാനുള്ള അവകാശം സമൂഹത്തിനുമില്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല മതത്തിൻ്റെ കാരണം കൊണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാനും സമൂഹത്തിനും അധികാരമില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികൾ ആരാണ് ഇതെടുക്കാത്തത്? അവരുടെ പേരൊന്ന് പബ്ലിഷ് ചെയ്താൽ, അത് പറഞ്ഞപ്പോഴേക്കും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ എണ്ണം വാക്സിൻ എടുക്കാൻ ഓടിയിട്ടുണ്ട് അപ്പം അതുമില്ല ഒന്നുമില്ല, ആരെ ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് ഗഡ്സ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റില്ല. ആ ഗഡ്സ് ഇല്ലാത്തൊരു സമൂഹത്തിൽ നമ്മളും ഗഡ്സ് ഇല്ലാത്തവരായി മാറും. കാരണം ഭരിക്കുന്നവർക്ക് ആർജവം വേണ്ട, കാരണം വോട്ടിൻ്റെ കുറച്ച് ബലത്തിലാണ് അവർ നിൽക്കുന്നത്, അല്ലാതെ അവർ ക്വാളിറ്റിയിലല്ല നിൽക്കുന്നത്. കാരണം നാളെ വോട്ട് നഷ്ടപ്പെട്ടാൽ ഇവരുടെയൊക്കെ ജീവിതം താറുമാറാണ്. ആശയങ്ങൾക്ക് ദൃഢതയില്ലെങ്കിൽ അതെല്ലാം കെട്ടിപ്പൊക്കുന്ന ചില താൽക്കാലിക ഒരു സപ്പോർട്ടിൽ നിൽക്കുന്ന കെട്ടിടങ്ങളെപ്പോലെ നിൽക്കുന്നത്. ആശയങ്ങൾ ഉറപ്പുള്ളത് നല്ല ഫൗണ്ടേഷൻ ഇട്ട ബിൽഡിംഗ് പോലെയാണ്, അത് തകരുകയില്ല. അതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി ഇവിടെ നിലനിൽക്കാൻ കാരണം. അത് അടിസ്ഥാനം വളരെ സ്ട്രോങ് ആണ്. നോക്കൂ, ഞാൻ ഈ ഗീത പറയുമ്പോഴും എത്ര വർഷം മുമ്പ് എഴുതി വെച്ചതാണ്, പക്ഷെ ഇന്നും അതിൻ്റെ ഒരു ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കൂ. നിങ്ങൾ നിരാശി, ഈ വാക്ക് തന്നെ പോരെ. നിരാശ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിരാശ വരും. അവർക്ക് അങ്ങനെ വേണേൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുള്ളൂ. നിരാശ എന്ന് വെച്ചാൽ അതിൽ ഇൻവോൾവ്മെൻറ്റ് വരില്ല, നിങ്ങളത് ഹാപ്പിയായിട്ട് ചെയ്യില്ല, നിങ്ങൾ റെസ്റ്റ്ലെസ് ആവും. നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം നിരാശയായി തീരരുത്. ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി വേണം, ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കൃതാർത്ഥത വേണം. അതിന് നിങ്ങളുടെ മനസ്സ് അത്രയും അതിൽ ഇൻവോൾവ് ചെയ്യാൻ നിങ്ങളതിനെ ഡെവലപ്പ് ചെയ്യണം, ട്രെയിൻ ചെയ്തെടുക്കണം. ശരിയല്ലേ? രണ്ടാമത്തത് പറഞ്ഞു, നിരാശി യഥചിത്താത്മ തെക്ത സർവപരിഗ്രഹ. ആ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. തെക്ത സർവപരിഗ്രഹ, എന്തൊക്കെ നമ്മൾ പരിഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ തെക്ത. ഇപ്പം എന്താ നമ്മൾ പരിഗ്രഹിക്കുക? ഗ്രഹിക്കുക, നമ്മുടേതായിട്ട് കൊണ്ടു നടക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടേതായിട്ട് നമ്മൾ കൊണ്ടു വെച്ചിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഭാര്യയും മക്കളെയൊക്കെ കൃഷ്ണൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ പരിഗ്രഹങ്ങളെന്ന്. പരിവാരങ്ങളെ അല്ല പരിഗ്രഹങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളത്ര ഗ്രഹിച്ചിരിക്കുകയാണ്. പരിപൂർണമായി ഉള്ളിലേക്ക് സ്വാധീനിച്ചിരിക്കുകയാണ്. നമ്മളെ വളരെയധികം സ്വാധീനിച്ച കാര്യങ്ങളെയാണ് കൃഷ്ണൻ പരിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? നമ്മുടെ ജീവിത ശീലങ്ങളാണത്. ഈ ശീലങ്ങളെയാണ് നമ്മൾ പരിഗ്രഹിക്കേണ്ടത്. പരിഗ്രഹിച്ചതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ്, ഞാൻ പറഞ്ഞു 3 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സിൻ്റെ ആലസ്യം എന്നത്. അതിനെ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ആലസ്യം, അതുപോലെ അവശത, അതുപോലെ അനാവശ്യമായ അസ്വസ്ഥ ചിന്തകൾ, ഇതൊക്കെ നമ്മൾ ഈ പരിഗ്രഹങ്ങൾ, ഈ പിടിച്ചു വെച്ചതൊക്കെ നമ്മൾ ത്യജിക്കണം. അപ്പോൾ ഒരു വശത്ത് ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വശത്ത് നമ്മളെ ഫോക്കസ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന നമ്മളിലെ ആലസ്യത്തെ, അവശ്യതയെ, അസ്വസ്ഥതയെ നാം എടുത്തു കളയണം. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ചെടുത്താൽ ശാരീരം കേവലം കർമ്മം. ഈ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഓളത്തിനും താളത്തിനും അനുസരിച്ച് നമുക്കങ്ങനെ പോകാൻ പറ്റും. ഈ ശരീരവും പ്രകൃതിയും അതൊരു ഓള താളത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ പറയുന്നതിന് പിന്നിൽ വലിയ സയൻസ് ഒളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങളൊന്ന് വിശാലമായിട്ട് ചിന്തിക്കുക, ചുറ്റുപാടിലേക്ക് കണ്ണുവയ്ക്കുക, ഒന്ന് നോക്കുക.
ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങുന്ന ലോകത്തെ കണ്ണു തുറന്ന് കാണുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രപഞ്ചം ഒരു നിമിഷം പോലും നിൽക്കാതെ അങ്ങനെ തളാത്മകമായി ചലിച്ചുകൊണ്ടിരിക്കുക. ഭൂമി എപ്പോഴെങ്കിലും കറക്കം നിർത്തിയിട്ടുണ്ടോ? ഭൂമിയുടെ ചലനം. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും ഭൂമിയോട് അടുക്കുന്നു, അകലുന്നു. സൂര്യൻ ഉദിച്ചുയർന്ന് ഭൂമിക്ക് അഭിമുഖമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കറിയാം കാര്യങ്ങൾ. വൈകുന്നേരമായാൽ അസ്തമിക്കുന്നു. കടലിൽ നടക്കുന്ന വേലിയിറക്കം, എല്ലാം ഒരു താളത്തിലങ്ങനെ കടന്നു പോവുകയാണ്. പ്രകൃതി അതിൻ്റെ ഒരു താളത്തിലാണ്. എവിടെയെങ്കിലും ആ താളം തെറ്റിയാൽ പ്രകൃതി ക്ഷോഭങ്ങളായി, പ്രകൃതി ദുരന്തങ്ങളായി, പേമാരിയായി തുടങ്ങി ഓരോ അനർത്ഥങ്ങൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നായി നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പം അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വിഭിന്നരല്ല. നമ്മളും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണെങ്കിൽ ഈ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പോവാനുള്ള കഴിവ് നാം പരിശീലിച്ചെടുക്കണം. കാരണം മനുഷ്യന് ഈ താളം തെറ്റിക്കാൻ പറ്റും. തമോ ഗുണത്തിൻ്റെ സ്വാധീനം കൊണ്ട്, ആലസ്യം കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ രാവിലെയൊക്കെ നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം സൂര്യൻ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനൊക്കെ ഉണരേണ്ട സമയത്ത് വേണ്ടത്ര സൂര്യപ്രകാശം നമുക്ക് തട്ടാതെ വന്നാൽ വൈറ്റമിൻ ഡി എഫിഷ്യൻസി കിട്ടാത്തത് കൊണ്ട് കുറേ കോവിഡിൻ്റെ രോഗം മൂർച്ഛിച്ചതൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടല്ലോ. രാവിലത്തെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടുന്നത് വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഈ തരത്തിൽ നമ്മൾ പ്രകൃതിയെ വിട്ടുകൊണ്ടൊരു ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അത് ശാരീരികമായ അനാരോഗ്യം വരുത്തും എന്ന് മാത്രമല്ല, ഏത് ശാരീരിക രോഗങ്ങളും മാനസികമായ അവശതകളായി മാറും. ഇന്ന് നമ്മളത് അത്ര മനസ്സിലാക്കില്ല. പക്ഷേ നിങ്ങൾ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പല രോഗങ്ങളുടെയും തീവ്രത കൂടി മാനസികമായി അവശ്യമാകുന്നൊരു സംഭവം. അപ്പം അതുകൊണ്ട് നാം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇത് നോക്കൂ, നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ചെറുപ്പത്തിലെ അവരെ രാവിലെ എണീക്കാൻ പരിശീലിപ്പിക്കാതെ കടന്നുറങ്ങി ശീലിപ്പിച്ച അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കോവിഡിനേക്കാളും വലിയ വൈറസുകൾ നാളെ വന്നാൽ നിങ്ങളുടെ കുട്ടികൾക്കതിന് മറുപടി കൊടുക്കേണ്ടി വരും. കാരണം അതിനൊന്നും പ്രതിരോധിക്കാനുള്ള ശക്തിയും കരുത്തുമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത ദുരന്ത ജീവിതമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ ഭീഷണിപ്പെടുത്തില്ല, യാഥാർത്ഥ്യം പറയാണ്. അപ്പം അതുകൊണ്ട് ഗീതയിൽ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചില സ്വഭാവങ്ങളെ, ശീലങ്ങളെ വെറുതെ പിടിച്ചു വയ്ക്കാതിരിക്കുക. ശീലങ്ങൾ നമ്മൾ പ്രകൃതിക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. രാവിലെ പ്രകൃതി നമ്മളെ വിളിച്ചുണർത്തുന്നുണ്ട്. രാത്രി നേരത്തെ സൂര്യൻ അസ്തമിച്ച കിടന്നുറങ്ങണം. കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശം കൂടുമ്പോൾ, ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ലങ്സിനെ കൂടുതൽ ഉറക്കൊഴിച്ചിട്ട് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ എടുക്കാൻ അതിനെ ഓവറായിട്ട് പണിയെടുപ്പിക്കരുത്. അപ്പം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി ഓക്സിജൻ കുറയുന്ന സമയത്ത് ഈ ശരീരത്തിന് കൂടുതൽ റെസ്റ്റ് കൊടുത്താൽ, ഒരു റെസ്റ്റിംഗ് സമയത്ത് കുറച്ച് ഓക്സിജനെ ആവശ്യമുള്ളൂ. നമുക്കറിയാം, ഏത് കാര്യത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി നോക്കൂ. നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ടാണ് രാത്രി കൂടുതൽ ഉറക്കൊഴിച്ചിരിക്കരുത് പറയണത്. കുറേ കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ എന്നതൊരു രോഗമായി മാറും, ഇൻസോമിയ എന്ന് പറയും. പിന്നീട് അതിൽ നിന്നും അടുത്ത ദുരന്തങ്ങൾ, ഏത് ശാരീരിക പ്രശ്നവും പിന്നീട് മാനസിക ശാരീരിക രോഗങ്ങളായിട്ട് മാറും. പിന്നെ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ കഴിക്കണം. എന്നാലും അത് മാറും എന്നുറപ്പുമില്ല. അപ്പം അതിന് നല്ല താളാത്മകമായിട്ട് ജീവിക്കില്ലേ? അതാണ് ഇവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കുറച്ചുകൂടി നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം. ഉന്നിയ വേദവ്യാസ കവിത